വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ്. അവിടെ പീക്ക് ഡിസ്ട്രിക്ട്, ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡൗഡെയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് 1 മണിക്കൂർ 24 മണിക്കൂറാണ് ഡ്രൈവ് കാണിക്കുന്നത്. മെയിനായിട്ട് അവിടെ കാണാനുള്ളത് ഒരു ഹൈക്കും പിന്നെ കുറച്ച് ട്രക്കിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്നിപ്പോ കാണാനുള്ളത്. നൈസ് വ്യൂ ആയിരിക്കും. പിന്നെ അവിടെ ഈ നമ്മളിപ്പോ പോകുന്ന ഡൗഡെയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഹൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോവാനുണ്ട്, കാണാനുണ്ട്. എത്ര സ്ഥലം കവർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം മഴ പെയ്യാതിരിക്കാം അങ്ങനെയൊക്കെ ഒരു കളി. ഇന്നിപ്പോ ഒരു മൂടിയായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അറിയില്ല, ചിലപ്പോ മഴ പെയ്താൽ നമ്മൾ കുറെ സ്ഥലത്ത് കവർ ചെയ്യൂല. ഇല്ലെങ്കിൽ നമ്മൾ കഴിയുന്നതും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുറെ 3 മൈല് ഒരാൾക്ക് 3 മൈല് അതായത് ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വ്യൂയിലേക്ക് 3 മൈലിന്റെ അടുത്ത് നടക്കാനുണ്ട്. 3 മൈലിന് പറയുന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ആണ് സംഭവം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നതാണ്, അപ്പോ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് നടക്കാൻ പറ്റും. എന്നാലും നമ്മള് മാക്സിമം എത്ര കാണിക്കാൻ പറ്റും അത്ര ഇതില് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. പിന്നെ നമുക്കിപ്പോ ഫസ്റ്റ് പോകേണ്ടത് ആദ്യം പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനിയിപ്പം നമ്മളെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഓരോ വ്യൂസ് കാണാം. അപ്പം ഇനി ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് പോകുന്ന വഴിക്കുള്ളതൊക്കെ കാണാം. അവിടെ എത്തിയിട്ട് കാണാം. റൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ നമ്മളെ ലൊക്കേഷനിലേക്ക്, നമ്മളെ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നാട്ടിലൊരു വീടാണ്, കോട്ടേജ്. പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കയറിയത്.
ചവിട്ടുമല്ലോ ആളെ ചവിട്ടാൻ പറ്റും. അതുകൊണ്ടാണ് സ്ഥലം ഉണ്ടാക്കി വെക്കാത്തത്. ചവിട്ടാന്ന് എല്ലാവരും ചവിട്ടുന്നവർക്ക് അറിയാം. അത് ചവിട്ടാനുള്ള സ്ഥലമല്ലേ മോനെ. അങ്ങനെ നമ്മളെ ലൊക്കേഷനിലെത്തി. നമ്മളിപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ഒരു കോട്ട. ബാഗിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളവും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, അത്രയാണ് എടുത്തത്. ഇപ്പോൾ ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ലൊക്കേഷനിൽ എത്തുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണാം. ഇതാണ് ഇവിടുത്തെ മാപ്പ് ഉള്ളത്. മാപ്പ് ഇവിടുന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നമ്പർ 1 പറഞ്ഞിട്ടുള്ള ഇവിടേക്കാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പോകേണ്ടത്. ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി പോകാനാണ് മുകളിലേക്ക്. ഫസ്റ്റ് ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ ഈ 4 സ്പോട്ടുകളാണ്, 6 സ്പോട്ടുകളാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കുമ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ കണ്ടാലും നമ്മളെ വെള്ളിയാത്ത ഇവിടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ കയറുന്നതിന് തന്നെ ഒരു വൃത്തിക്ക് പറയുന്നുണ്ട്, ഫയർ പാടില്ല, ലീക്ക് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പേടാണ് ഇവിടെ മെയിനായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കുക. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റെപ്പ് സ്റ്റോൺ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പേര് സ്റ്റെപ്പ് സ്റ്റോൺ എന്നല്ലേ? സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അങ്ങോട്ടാണ് പോകുന്നത്. ഇതിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ കുറച്ച് അധികം മെയിനായിട്ട് നമ്മൾ ഇവിടെ കണ്ടത് തന്നെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അധികം കാണുന്നത്. എന്താ ചെയ്യുന്നതല്ല, ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് മാതിരിയുണ്ട്. വാട്ടർഫാൾസ് ഒന്നും പറയാനില്ല, വെള്ളം ഒലിച്ചു പോകുന്നത്. കുഴപ്പമില്ല, നൈസാണ്. ഇനി ഇവിടുന്ന് മുകളിലേക്കാണ് പോകുന്നത്. വാ. ഇവിടുത്തെ ഇൻസ്ട്രക്ഷനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഇല്ലാച്ചാൽ പണി കിട്ടും. നല്ല കാമായിട്ടുള്ള വെയിലുണ്ട്, പക്ഷേ നല്ല തണുത്ത കാറ്റ്. അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റപ്പ് ഉണ്ടല്ലേ, നല്ല തണുപ്പ്. ഒരാൾ വാഞ്ഞു പോകുന്ന നല്ല തണുപ്പ്. ആൾക്കാർ ഇങ്ങനെ പോകുന്നു. നല്ല തണുപ്പൊക്കെ സാധാരണ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ പോയ സ്ഥലങ്ങളിലുള്ള തണുപ്പുണ്ടല്ലോ, ആ തണുപ്പില്ല. പക്ഷെ നൈസായിട്ട് മലേൻ്റെ ചുവട്ടുകൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. 2 മല, 2 സൈഡിലും മല, നടുക്കൂടെ ചെടിയിലേക്ക് പോകും. കുന്നിൻ്റെ അവിടുന്നൊക്കെ ഇത് ഇടിഞ്ഞിട്ടേ, അവിടുന്നൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ വെള്ളം വരുന്ന വെച്ചാൽ ഇടിഞ്ഞ ഞാൻ കാറ്റടിക്കുന്ന വെള്ളത്തിന് നൈസായിട്ട്. ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ ഇതിൻ്റെ പേരെന്തേനി? സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇതാണ് ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. രണ്ട് സൈഡിലും കുന്ന്, അതിൻ്റെ നടുവിൽ ചെറിയൊരു റിസർവോയർ മാതിരി.
ചെക്ക് സ്കൂളിൽ നിന്ന് ടൂറുണ്ടോന്ന് കുട്ടികളാന്ന് തോന്നുന്നുണ്ട്. ചേക്ക പുക അവിടെ ഇവരൊന്ന് മന്ത്രിയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ നീക്കിച്ചിട്ട് നടക്കുന്നില്ല. കുട്ടികളെ വക പൂക്കും വിളിയും സൈഡിൽ കൂടെ നായന്റെ നീരണ്ടു. ഇവിടെ നായെന്ന് പറയാൻ പറ്റൂല, കാരണം അവര് മക്കളെ മതി നോക്കുന്ന നായന്റെ. സ്കൂളിൽ നിന്ന് വരുന്ന മക്കളാണ്. ടൂറ് പോകുക സംഭവം, വേറെ ഒന്നുമല്ല. ഫുള്ള് കുട്ടികളാണ്. നായ്ക്കളെ നീരാട്ടാണ് അവിടെ. അങ്ങനെ വിജയകരമായി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്ത്. ഇപ്പോൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്കുള്ള നടത്താണ്. ടോട്ടൽ 14 പോയിന്റ് ഇവിടെ കവർ ചെയ്യേണ്ടതാണ്. അവിടെ ബോർഡ് വെച്ചപ്പോൾ മനസ്സിലായത്, ബോർഡ് കണ്ടപ്പോഴേ നമ്മളിപ്പോഴും ഒന്ന് കവർ ചെയ്തിട്ട് ഒരു രക്ഷയില്ലാത്ത ഒന്നാണ് ജാദു. ഇന്ത്യ ഇറക്കുമതി ചെയ്ത ജാദു. രക്ഷയില്ല. ഈ സമയത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാണ്. നമ്മൾ ഇപ്പോഴും തെണ്ടിയാത്ത ഇങ്ങനെ നടന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇനിയും പോകണ്ട് കേസ് ചെയ്തു. എനിക്ക് ഒരുപാട് വലിച്ചോ. രണ്ട് സൈഡിലും കുന്നാണ് കേസ്. എനിക്ക് അതാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ രണ്ട് സൈഡിലും നല്ല കുന്ന്, നടുകൂടെ ചെറിയ റോഡ്, നല്ല തണുത്ത കാറ്റും. ഇതൊരു ജാദു ഇതിലൊക്കെ നടക്കുന്നുണ്ട്. അത് വേറെ വിഷയം, അത് അന്നത്തെ കൂട്ടണ്ട. ഗൈസ് അങ്ങനെ ഒരു കയറ്റമൊക്കെ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഫുള്ള് നടക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ വെറുതെ കുറേ ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നേരത്തെ നമ്മൾ ദൂരത്തുനിന്ന് കണ്ട മല, ഇവിടെയും അതെ. മലയ്ക്ക് രണ്ട് സൈഡിലും മലകളും ഞാൻ കയറൊന്നുമില്ലാതെ രണ്ടാളതാ പാഞ്ഞു പോയിരുന്നു. നല്ലൊരു നല്ല വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല ഇവിടെ. അരുവി ഈ ഒരു അരുവിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. എനിക്കൊന്നും ഇവിടെ അധികം ആൾക്കാർ വരുന്നത് നായനെ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു നായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായതുകൊണ്ട് അതിൻ്റെ നേരിൽ വെക്കുമ്പോഴത്തേക്ക് പായുന്നുണ്ട്. അടിപൊളിയുണ്ട്. ഓ നടന്ന് അങ്ങനെ നമ്മൾ എവിടെ എത്തി കേസ്. ഇവിടെ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. ഇനി ഒരു രക്ഷയില്ലാത്ത കാടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്. വലിയ എന്താ പറയുക, ഒരുപാട് തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഒന്നുമില്ല. സാധാരണ തണുത്ത് വിരലൊക്കെ മരവിക്ക് കഴിഞ്ഞാൽ നമ്മളെവിടെ പോയാലും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് നൈസ് സ്ഥലം. ഞാൻ ലൈക്കിട്ട് നമ്മളെ യാത്രയ്ക്ക് ഒരു അവസാനമൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിക്കൊക്കെ പോകണം. സ്റ്റെപ്പ് കയറിയിട്ട് ആ താഴത്തുള്ള വെള്ളം പോകുന്നതിൻ്റെ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാന്നുള്ള ഡീറ്റെയിൽ ഒന്നുമില്ല. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. ഇങ്ങനെ കയറി പോയി ഞാൻ മക്കളെ, ഒരു അവസാനം ഇല്ലാതെ.
മര്യാദക്ക് പറഞ്ഞു എങ്ങനെ കയറിഞ്ഞാണ് ഗൈസ്. ഗൈസ് ഒരു കാട്ടു മരത്തിന് ട്യൂമറാണ് ഗൈസ്. കുഞ്ഞുവിന്റെ കണ്ടുകൊടുത്ത നടന്നിട്ട് തീരുന്നില്ല, നടന്ന് ക്ഷീണിച്ച്. അത് നൈസായിട്ട് കേട്ടോ. ഈ ക്യാമറയിൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ ഒരു നല്ലൊരു പാറുണ്ട്, ഒന്ന് കയറിയൊക്കെ അങ്ങനെ ഉണ്ട്. കണ്ടിട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ. രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. രക്ഷയില്ല. അതുകൊണ്ട് ഫുള്ള് കാടിനോട് ചുറ്റിപ്പെട്ട് കിടന്നിട്ട് അടിപൊളിയല്ലേ. ഇവിടുന്ന് ഞാൻ താഴത്ത് വീണാ കഴിഞ്ഞ് കാണാം. പിന്നെ നോക്കിയാൽ മതി. ഇവിടെ ഞടിയും തിരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ടൈം ലേറ്റ്. ഇനിയിപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതൊരു വ്യൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടാനൊന്നുമില്ല, പക്ഷേ അവിടെ നിന്ന് നോക്കുന്നേരം നല്ല രസമുള്ള സ്ഥലം കാണാം, അത്രേ ഉള്ളൂ. അവിടെ ഒരു ബോർഡുണ്ട്, ഞാൻ ബോർഡിൻ്റെ അടുത്ത് പോയോ കേട്ടോ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ. ആ മാപ്പ് നോക്കിക്കട്ടെ. മകനെ കളിപ്പിക്കുന്ന ചെറിയ നോട്ടീസ് വെച്ചതാണ്. ഈ ബേഡ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് വീട്ടിൽ തരേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് പോയി കേട്ടോ. ഇതാ അടുത്ത സ്ഥലത്തേക്ക് ആ വഴിക്ക് താഴത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ നോട്ടീസ് ഇത് ബോർഡാണെന്നാണ് വിചാരിച്ചത്, ബോർഡല്ല. ജസ്റ്റ് ഇവിടെ എന്താ പറയുക, ഈ ട്രീസിൻ്റെയും പിന്നെ ബേഡ്സിൻ്റെയും ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഈ വഴിക്ക് താഴത്തേക്ക് ഇറങ്ങുന്നു. ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ കയറി ഇതൊക്കെ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങും. ഈ ക്ലൈമറ്റ് എപ്പോഴും യു കെയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സുഖം കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ചൂടിന് ചൂടുമുണ്ട്, തണുപ്പിന് തണുപ്പുമുണ്ട്. ഇപ്പോൾ ചൂടാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ചില ദിവസം മഴയും പെയ്യുന്നുണ്ട്. നൈസ് മാൻ, I like it. അങ്ങോട്ട് കഴിഞ്ഞോ. രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ് വരുന്നത്. അതും കണ്ട് നല്ല തണുത്ത കാറ്റും അതും കണ്ട് ഇങ്ങനെ നടക്കുക. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് മുന്നിൽ നിന്നിട്ട് എങ്ങനെ എന്ത് ഗൈസ്, ഇവിടെ പൈസ, അതായത് ഇവിടുത്തെ കോയിൻസ് ഉണ്ട്. ഇത് കോയിൻസ് ആണ്. ഒരു കുറേ പെൻസും 10 വീൻ്റെ കോയിൻസും ഒക്കെ ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ അടിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്ന് ഇവർക്ക് തന്നെ അറിയുള്ളൂ, എന്തിനാണിത് ഇങ്ങനെ ചെയ്തതെന്നു. 10 വീ 2 വീ ഒരുപാട് കോയിൻസ് ഉണ്ട്. കഷ്ടപ്പെട്ട് അവിടെ മാത്രല്ല, ഇവിടെയും ഉണ്ട്. ഇതിന്റെ മുകളിലും കോയിൻസ് അടിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതൊന്നും വലിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ചിലപ്പോൾ നെറ്റിലും തപ്പി വയ്ക്കാൻ ചിലപ്പോൾ കിട്ടാൻ പറ്റും. ഒരു താറാവ് വെള്ളത്തിൽ കളിക്കുന്നത്. ഇത് താറാവല്ലല്ലോ കുഞ്ഞോ, ഇതെന്താ പറയാ, അറിയാന്നോ? ഇരിക്കാം.
വേണ്ടാണ്ടാവുക രക്ഷയില്ല. ഇവിടെയൊക്കെ മരം മുറിക്കുന്നതാണ്. മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ മരങ്ങൾ മുറിക്കുന്നുണ്ട്. ഇവിടെ നല്ല 2 പാറ, നല്ല പാറ. നമ്മൾ നടന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല പാറകളൊക്കെ ആയിട്ട് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു പരിധി വരെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഇത് നേരിട്ട് കാണുന്ന ഒരു വേറെ ഫീലാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലും പാറ, അതിൻ്റെ നടുവ് കൂടെ, കാടിൻ്റെ നടുവ് കൂടെ പോകുന്നൊരു ഫീല്. നല്ല തണുപ്പും ഒരു രക്ഷയില്ല. ലയൺ ഫേസ് മാതിരിയുള്ള പാറാണ്. പക്ഷെ ഇതാണെന്ന് തോന്നിയില്ല. അതിന്റെ ഇത് ഫേസ്ബുക്ക് അപ്പുറത്ത് എവിടെയാ വരുന്നത് തോന്നുന്നുണ്ട്. കുറെ ആൾക്കാർ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. കുറെ കുട്ടികൾ, ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റേ സ്കൂളുകളിലൊക്കെ കൊടുത്ത് വന്നതിൻ്റെ വായിക്കാൻ തോന്നുന്നുണ്ട്. ആടൊക്കെ ഇത്രയും നേരം നമ്മൾ നടന്നിട്ട് ഒരൊറ്റ സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് കിടക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ അടുത്തായില്ലേ, 1 മണിക്കൂറിൻ്റെ മുകളിലായി ഉണ്ടാവും. ഇതുവരെ നമ്മൾ ഒരു സ്ഥലത്ത് പോലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. അത് ഒരാൾ ഇവിടെ ഇടുന്നില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് വെച്ചാൽ ഇപ്പം പ്ലാസ്റ്റിക്കും മറ്റേ എന്താ പറയുക ചവറുകളൊക്കെ ആയിട്ട് വീറുകുപ്പിയും വെള്ളം എല്ലുമ്പടയായിട്ട് ഫുള്ള് അലമ്പായേന്. വെള്ളങ്ങൾ നോക്കി ഒരൊറ്റ സ്ഥലത്ത് വേസ്റ്റ് ഇല്ല, ഈ സാധാരണ നാച്ചുറൽ സാധനങ്ങളല്ലാതെ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇത് എത്രത്തോളം വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കിളികളെ സൗണ്ടും വെള്ളം പോകുന്ന ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന സൗണ്ടും ഇതുമല്ലാതെ വേറൊരു സൗണ്ടില്ല. പിന്നെ നമ്മൾ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് അത്ര ഈ 3 സൗണ്ടുകളേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ നടന്ന് ക്ഷീണിച്ച് സൈഡിലിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നവരുള്ള വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൊക്കേഷനിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോണ് റേഞ്ച് ഉണ്ടാവില്ല. ഞാൻ നടന്നുകൊണ്ട് പോകാൻ നടക്കണം. അത് മാത്രമല്ല ഇവിടെ ഈ വണ്ടികളൊന്നും അതും പറ്റൂല, വണ്ടികളൊന്നും പോകില്ല. അതാണ് സത്യാവസ്ഥ. കുറേ ആൾക്കാർ എന്തൊക്കെ എഴുതുന്നു വരയ്ക്കുന്നൊക്കെ ഉണ്ട്. ഹായ്. അവിടെ ഇരുന്നിട്ട് ലേഡി എന്തോ കാര്യമായിട്ട് ചിത്രം വരയ്ക്കാൻ, നമ്മൾ സൈഡിൽ കൂടെ പോകുന്നതാണ് മൈൻഡ് ചെയ്യുന്നതല്ല. അവിടെ അവരുടേതായിട്ടുള്ള ലോകത്ത് അവിടെ കുത്തിയെന്തോ കാര്യമായിട്ടുള്ള ചിത്രം വരയല്ല. അടുത്ത ലൊക്കേഷൻ നൈസായിട്ടില്ലേ. ചെറിയ മരത്തിൻ്റെ പാലം, നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ട്. ഇതാണ് ഇവിടുത്തെ കല്ലിൻ്റെ നിറം, നല്ല വെള്ള നിറമാണ്. നമ്മൾ നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടത് അതൊരു വ്യൂ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇത് മാത്രം. എനിക്ക് തോന്നുന്നു വെള്ളം വരുന്ന ഇതാന്ന് തോന്നുന്നുണ്ട്, ഉറവ വരുന്ന സ്ഥലം തോന്നുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഉറവയാ
ഇവിടെ എൻഡ് ചെയ്തു. ചെറിയൊരു ഉറവോ നൈസായിട്ട് ഇതേ ഇത് സംഭവം സെറ്റാണ് കേസ്. എന്തൊക്കെയാണ് കുറേ നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറൊന്നും അല്ല അന്നേരം ആയത്. ഇപ്പോൾ 3 മണിയായി. നമ്മൾ ഏകദേശം ഒരു 12:45 1 മണി അന്നേരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 മണി. ഇപ്പോഴും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെടുത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള നടത്തം കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഇതുണ്ട് ഗൈസ്, ഇതാണ് ലൈം റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണ്. അതായത് സംഭവം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു പാറക്കഷ്ണം, വേറെ ഒന്നുമില്ല. അതിങ്ങനെ കുത്താൻ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ലൈൻ ബ്രിഡ്ജ്. ഒരു ഐഡിയ ഇല്ല. നേരത്തെ പറഞ്ഞ വേറെ ലൊക്കേഷൻ 3 പാറ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം പറഞ്ഞില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് രണ്ടും അടുത്തടുത്താണ് വരുന്നത്. ഈ ഒരു സ്റ്റോൺ നിൽക്കുന്നത് കാണാനാണ് ആൾക്കാർ വരുന്നത് മെയിനായിട്ട്. ഇത് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ താനെ ഉണ്ടായതാണോ എന്നറിയില്ല. കാരണം അതിനെപ്പറ്റിയൊന്നും എഴുതി വെച്ചിട്ടില്ല. അവിടെ നേപ്പാട്ട് വരാം. കണ്ടോ, ഒരൊറ്റ സ്റ്റോണാണ്. ഈ ഒരു ഇത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. എന്താ ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്നൊന്നും നോക്കണം, ചെക്ക് ചെയ്തൊക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞപ്പോൾ ഒരു വില്ലേജ് ഉണ്ട് ഇവിടെ. ആ വില്ലേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വില്ലേജും ടീ സ്റ്റോളും എല്ലുംപാടായിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ എൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നടക്കും. ഇത് വോത്താണ്. അതായത് എന്താ പറയുക, ഇവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയായിട്ട് നടന്ന് കാണാനുള്ള സംഗതികളൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറച്ച് 1-2 ഗുഹകളുണ്ട്. പിന്നെ കുറച്ച് പാറക്കല്ല് നിൽക്കുന്നത് കാണാനുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്നാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. സംഭവം പുറത്താണ്. ഒരു ഫ്രീ ഡേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ചില്ല് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയൂല. നമ്മളിത് നടന്ന് ഇതിൻ്റെ ഏകദേശം എടുത്തെത്താൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ. പക്ഷെ എന്താണ് ഈ നടക്കണം എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടൊക്കെ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പുറത്തെത്തി. നമുക്ക് നടക്കാൻ വയ്യ. അതിനെ കൈയടിച്ചു. ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഇവിടെയാണ് മറ്റേത് വരുന്നത്, ആ 2 ഗുഹ വരുന്നത്. നേരത്തെ കണ്ടൊന്നല്ല. നോക്ക്, എൻ്റെ ഉണ്ട കണ്ണ് വെച്ച് നോക്ക്. ഇങ്ങോട്ട് നോക്ക്, മുന്നിലേ നോക്കടോ. റെനോൾഡ്സ് കേവ് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ കണ്ണൊക്കെ ഒന്ന് തുറന്നിട്ട്. ഈ 2 കേവ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നടന്നത്. രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മുന്നേ വെള്ളം കുത്തിയൊലിച്ച് വന്നിട്ട് താനെ വന്ന സാധനമാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ കേവാണ് ഇതെന്ന് തോന്നുന്നു. സംഭവം നൈസാണ് കേട്ടോ. എക്കോ സൗണ്ടൊക്കെ സംഭവം സെറ്റപ്പാട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല.
സംഗതി എന്തായാലും അടിപൊളിയായി. ഇതല്ലാതെ ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ നല്ലൊരു അടിപൊളി കറുവുണ്ട്. രക്ഷയില്ല കേട്ടോ. സംഭവം സെറ്റപ്പ് തന്നെ. എങ്ങനെയുണ്ട്? കേവിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പം ഇതിൽ നേരെ താഴത്തേക്കാണ് പോകുന്നത്. നോക്കിയിട്ട് എന്ത് രസമാണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല അടിപൊളി വ്യൂ. ഓരോ സ്ഥലത്തും ഓരോ വ്യൂ ആണുള്ളത്. ഇവിടുന്ന് ഒരാള് മീൻ പിടിക്കുന്ന കണ്ടോ? നമ്മള് പറഞ്ഞാൽ കൊണ്ടാണോ ഇപ്പൊ അങ്ങോട്ട് പോയി കണ്ടോ? ഇതിൽ കാണുന്നില്ല, മരത്തിന്റെ മറവുണ്ടായി കാണുന്നില്ല. ഒരാളവിടുന്ന് ഫിഷിങ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഒരു മീനെ കാണാനില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഇവരെന്താ കിട്ടുന്നത്. അതാ പുള്ളിതാ അവിടുന്ന് മീൻ പിടിക്കുക കാര്യമായിട്ട്. ചൂണ്ടങ്ങനെ 4 ഭാഗത്തേക്കും പോകുന്നത് കാണുന്നുണ്ട്, പക്ഷെ മീനെ കിട്ടിയതായിട്ടൊന്നും ഒന്നും കാണില്ല. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അറിയില്ല. നോക്കാം. നല്ല കലക്കില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവിടെ ഒരു ഫിഷർമാൻ ഉണ്ട്. എനിക്ക് നല്ല രസമല്ലേ ആ പാറക്കല്ലൊക്കെ നിൽക്കുന്നത് കാണാൻ. പാറക്കല്ല് കാണുന്നുണ്ട് ഇതില്. സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ ഏത് സ്ഥലം കണ്ടാലും അവിടെ ആദ്യം ഇരിക്കുക. നടക്കാൻ കുറച്ചുണ്ട്. ഒരാൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ആക്സസ് ലോഞ്ച്. ഇതൊക്കെ ചൂണ്ടിടാൻ നിൽക്കുന്നത് ഒരൊറ്റ മീന്. അത് പിന്നെയോ മറ്റേ പീടിയെന്ന് വാങ്ങുന്ന മറ്റേ മീനടാ, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മീന് അങ്ങനത്തെ പോലെ തോന്നുന്നില്ല. അതാണത്, അത് തന്നെയാണ്, ഒരു സംശയമില്ല. ഞാനൊരു പ്രാവശ്യം വീട്ടിൽ മേടിച്ചോണ്ടോ നിണ്ടോ അതുകൊണ്ട് എനിക്ക് മൂപ്പർക്ക് കിട്ടിയോന്ന് അറിയില്ലല്ലോ. കുറെ ചെമ്മരിയാട്. ഇത് ചെമ്മരിയാടൊന്നുമില്ലേ? ആണ്. ഇതിന്റെ ഈ ഇതെടുത്തിട്ടാണ് മറ്റേ ജാക്കറ്റൊക്കെ ഉണ്ടാക്കുക. അച്ഛണ്ടാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യൊന്നുമില്ല. അക്കമാസമുള്ള ആടുള്ളത് തൊട്ടൊക്കെ അതിൻ്റെ രോമം ഈ എങ്ങോട്ടടിഞ്ഞു ഒന്നിട്ട് കഴിപ്പില്ല പറഞ്ഞേ. കുറെ ചെമ്മരിയാട് കുത്തിയിരുന്നിട്ട് കുറെ ചെമ്മരിയാട് ഇരുന്ന് ഫുഡ് കഴിക്കുക. പുല്ലില്ല. ഇവിടെ മെയിനായിട്ട് നേച്ചുറൽ എൻജോയ് ചെയ്യാനാണ് ആൾക്കാർ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് 2 ചായ കുടിച്ചിട്ടൊന്ന് സമാധാനമായിട്ട് കുറച്ചിട്ട് ഇരുന്നിട്ട് തിരിച്ച് ഇറങ്ങണമെങ്കിൽ അതാണ് ഇനി അടുത്ത പ്ലാൻ. നടന്നിട്ട് എത്തുന്നുമില്ല. ഈ നടത്തത്തിൻ്റെ ഇടയിൽ കൂടെ മരത്തിൻ്റെ മുകളിൽ കുറച്ച് ചെമ്മരിയാടിൻ്റെ രോമം നിൽക്കണ്ടേനി. അപ്പോൾ ഒരാൾ പോയി എടുത്തതാണ്. രോമം എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജാക്കറ്റ് ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ.
അതൊരു നല്ലോണം ഫിൽറ്റർ ചെയ്യും, കഴുകിയിട്ട് നല്ലോണം ഫിൽറ്റർ ചെയ്തിട്ട് ആണ് ഒരു ഇത് ജാക്കറ്റ് ഉണ്ടാക്കുക. ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൊസ്റ്റാൾജി ആയില്ലേ? നല്ല അടിപൊളി പുൽമേട്. ഇതിൻ്റെ ചുവട്ടു കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. ആ വെള്ളം അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ കുത്തുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ചെമ്മരിയാടാണ്. കണ്ടില്ലേ, ചെമ്മരിയാടാണ് ആ വെള്ളം ഇതിൽ കാണുന്നത്. പിന്നെ നടന്നൊരു സൈഡായുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി നമുക്ക് നടക്കുകയാണ് പോകുന്നത്. നടന്നിട്ട് എത്തുന്നില്ല, ഒരുപാട് ദൂരം ഇനിയുണ്ടോന്നും അറിയില്ല. The shop is very close or is long? The shop? I think it's still open, shop is, yeah. Yeah, is long? No, it's very far. Just 10 minutes. Oh. 10 minutes. Thank you. നമ്മൾ ലാസ്റ്റ് ലൊക്കേഷനിലെത്തി. ആ കാണുന്നതാണ് വില്ലേജ്. അവിടെ എത്തി. അവിടെ നിന്ന് ഒരു ചായയും പാടെ കുടിച്ചാൽ സംഗതി സെറ്റായി. പിന്നെ തിരിച്ചിറങ്ങി ഇവിടുന്ന്. ഇവിടുത്തെ ക്ലൈമറ്റും നാച്ചുറലിൻ്റെ ഒരു ബ്യൂട്ടിയും അത് പറയാതിരിക്കാൻ പറ്റിയ കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, കിളികളെ സൗണ്ടും വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന സൗണ്ടൊക്കെ പാടി അടിപൊളിയാണ്. പക്ഷെ എന്താണ് തോന്നാൻ നടക്കാനുണ്ട് എന്നേ പ്രശ്നമുള്ളൂ. അവിടെ നിന്നാണ് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇതായിട്ട് സെറ്റായിട്ട് തിരിച്ചിറങ്ങുന്നത്. ഇപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ എന്താ കഴിക്കാനുള്ളത്. വലിയ ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ ടീ, കോഫി, പിന്നെ കുറച്ച് സ്നാക്സ്, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, വിൽക്കാൻ ഇങ്ങോട്ട് പുറത്തേ വിളിക്കുക. ഡോറ് തുറക്കുന്നതിൻ്റെ അപ്പുറം പോയിട്ടാണ് അവള് തുറക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മളെ വില്ലേജ്. ഇത് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രൊണൗൺസിയേഷനിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നാച്ചുറൽ റിസർവോയർ ഇവിടെയാണ് എല്ലാവരും വന്നിരുന്ന് ഒരു ചായകൾ കുടിച്ച് ഒന്ന് സെറ്റാകുന്നത്. പക്ഷെ ഇവിടെ എവിടെയാ ഷോപ്പ് എന്നാണ് അറിയാത്തത്. പഴയ വീട് സെറ്റപ്പ് ഉണ്ട്, അതാണ് ഷോപ്പ് ഇവിടുത്തെ. അവിടെ സൈഡിൽ മീൻ പിടിക്കുന്നുണ്ട്. കുഞ്ഞോ ഈ ബസ് സ്റ്റോപ്പിലിരിക്കും, ഈ ബാഗ് പിടിച്ചോ. ഇത് എൻ്റെ ബാഗ് പിടിക്കണം. എന്ത് ടോയ്ലറ്റ്? ആ ഷോപ്പ് പോകേണ്ടി വരും. 2 മിനിറ്റ് ഇവിടെ കീ തച്ചാലോ. ഞാൻ ആ ഇതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. കുഞ്ഞൊന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മളവിടെ എത്തി. ഇവിടെ എന്തൊക്കെയൊക്കെയോ അല്ല, ചെറിയ ഷോപ്പുകളുണ്ട്. എന്താ സംഭവം? ഇത് ഡീറ്റെയിൽ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിച്ചാൽ മതി. ഇത് സെറ്റപ്പ് ആയതുകൊണ്ട് ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങൾ മൊത്തം നമ്മളിപ്പോൾ കവർ ചെയ്ത്. നമ്മളിപ്പോൾ നടന്നുണ്ട് 3 മൈല് 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യേണ്ട സ്ഥലം എന്നൊക്കെയാണ് അതിൻ്റെ അകത്തോട് പറയുന്നത്. 1.5 മണിക്കൂറൊന്നുമല്ല നമ്മളിപ്പോൾ കവർ ചെയ്തെടുത്തത്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പാറ പൊട്ടുന്ന സ്ഥലമാണ്, ഇടിയുന്ന സ്ഥലമാണ്. അതാണ് ബോർഡ് വെച്ചത്. അപ്പത്തെയാണ് ഇവിടുത്തെ വ്യൂ ഉള്ളത്. ഇനി നമുക്ക് പോയിട്ട് ഒരു ചായ കുടിക്കണം, എന്നിട്ട് വർക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി.
ഞാൻ ദേ ഒരു ഐസ്ക്രീം മേടിച്ച് കുഞ്ഞു ചായ കുടിക്കുന്നുണ്ട്. അവളെ പരിപ്പ് ഏകദേശം അറിയുന്നുണ്ട് നടന്നിട്ട് അവൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ നടക്കാനുണ്ട്. നമ്മുടെ ദല്ലാരിയിൽ നിന്ന് കുറേ ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നായനെ കളിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അൻഡ്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് 2 സുവനീർ ഒഴിക്കും. കുഞ്ഞാ സുവനീറോ കാണിച്ചേ. ഇവിടെ വന്നിട്ട് മാഗ്നറ്റിൻ്റെ 2 സുവനീർ വെച്ചു. ഈ ഇങ്ങോട്ട് തിരിച്ചു കാണിക്കും. ഒന്നത് പിന്നെ ഡോഗ്ഡെയിലിൻ്റെ ഒന്ന്. ഇതാണ് ഈ ട്രക്കിങ്ങിൻ്റെ അവസാന പോയിന്റ്. അങ്ങനെ നമ്മളെ ട്രക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിന്നതാണ് ഫൈനൽ ലൊക്കേഷൻ. അപ്പം ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.